ഇറാനെ തകർത്ത് തരിപ്പണമാക്കാൻ പലവിധ കണക്കുകൂട്ടലുകൾ നടത്തി പശ്ചിമേഷ്യയെ സംഘർഷത്തിലെത്തിക്കുന്ന അമേരിക്കയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ എന്തുകൊണ്ട് ഇസ്രായേലിന്റെ ആണവ നിലയത്തെക്കുറിച്ചും അവരുടെ ആണവ പദ്ധതിയെക്കുറിച്ചും സംസാരിക്കുന്നില്ല? ലോകത്തിന് മുന്നിൽ കള്ളം പറഞ്ഞ് ജൂതൻ കെട്ടിപ്പൊക്കിയ ആ ആണവ നിലയം നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ എന്നും ഇരട്ടത്താപ്പ് മാത്രമാണ് നടത്തിയിട്ടുള്ളത്. മണൽ കുന്നുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ലോകത്തെ ഏറ്റവും വലിയ രഹസ്യത്തിലേക്കും ലോകരാജ്യങ്ങളുടെ മുഴുവൻ കണ്ണു വെട്ടിച്ച് ഇസ്രായേൽ കെട്ടിപ്പടുത്ത ഒരു ആണവ സാമ്രാജ്യത്തിലേക്കുമുള്ള ഒരു യാത്രയിലേക്കാണ് നിങ്ങളെ ഞാനിന്ന് കൊണ്ടുപോകുന്നത്. വെറുമൊരു ടെക്സ്റ്റൈൽ ഫാക്ടറി എന്നും ജലസേചന പദ്ധതി എന്നും കളവ് പറഞ്ഞ് ലോകത്തെ മുഴുവൻ കബളിപ്പിച്ച് നെഗേവ് മരുഭൂമിയിലെ ഡിമോണയിൽ ഇസ്രായേൽ പണിതുയർത്തിയത് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അദൃശ്യമായ ആണവ കവചമായിരുന്നു. ഉപഗ്രഹ കണ്ണുകളെയും അന്താരാഷ്ട്ര ചാര സംഘടനകളെയും ഒരുപോലെ വിഡ്ഢികളാക്കി മരുഭൂമിയിലെ മണൽക്കാറ്റുകൾക്കിടയിൽ ഇസ്രായേൽ ഒളിപ്പിച്ച ആ രഹസ്യ പെട്ടി തുറക്കുമ്പോൾ പുറത്തു വരുന്നത് പശ്ചിമേഷ്യയുടെ ചരിത്രത്തിലെ തന്നെ മാറ്റിമറിച്ച വളരെ തന്ത്രപരമായ ചതിയുടെയും അതിജീവനത്തിന്റെയും കഥയാണ്. ലോകത്തിന് മുന്നിൽ ഇസ്രായേൽ ആടിയ ഏറ്റവും വലിയ നാടകത്തിന്റെ തിരശീല നീക്കി ഡിമോണ എന്ന ആണവ രഹസ്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അതിനു മുൻപ് ഡിമോണയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ ഉടനെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് എന്താണ് വിഷയമെന്നും എന്തൊക്കെയാണ് കാര്യങ്ങളെന്നും കൃത്യമായിട്ട് നോക്കാം. ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഡിമോണ ആണവ നിലയം ആ രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും രഹസ്യാത്മകവുമായ ഒന്നാണ്. 1950കളുടെ അവസാനത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് ബെൻ ഗുരിയന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണികളെ നേരിടാൻ ഒരു ആണവ പ്രതിരോധം അത്യാവശ്യമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് ഇത്തരമൊരു പദ്ധതി ഉടലെടുക്കുന്നത്. ഇതിനായി ഫ്രാൻസ് സാങ്കേതിക സഹായങ്ങൾ നൽകിയെങ്കിലും രാജ്യാന്തര സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറി എന്ന വ്യാജേനയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നത്. അതായത് എല്ലാ രാജ്യങ്ങളെയും കബളിപ്പിച്ചുകൊണ്ടാണ് ജൂതൻ ഇത് കെട്ടിപ്പോക്കുന്നത്. പതിറ്റാണ്ടുകളോളം രഹസ്യമായിരുന്ന ഈ നിലയത്തിന്റെ യഥാർത്ഥ വിവരങ്ങൾ 1986ലാണ് ലോകം അറിഞ്ഞു തുടങ്ങുന്നത്. അവിടെ ജോലി ചെയ്തിരുന്ന മെർദഗായി വധൂന എന്ന സാങ്കല്പിക വിദഗ്ധൻ ലണ്ടനിലെ ഒരു പത്രത്തിന് നൽകിയ തെളിവുകളിലൂടെ ഇസ്രായേലിന്റെ പക്കൽ 100-ലധികം ആണവായുധങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാവുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി ശിക്ഷിച്ചുവെങ്കിലും ഡിമോണയുടെ രഹസ്യം ലോകത്തിന് മുന്നിൽ അതിനോടകം തന്നെ വെളിപ്പെട്ട് കഴിഞ്ഞിരുന്നു. തങ്ങളുടെ പക്കൽ ആണവായുധമുണ്ട് എന്ന കാര്യം ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തന്ത്രപരമായ അവ്യക്തത അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കൽ ആംബിഗ്യൂറ്റി എന്ന നയം വഴി ആണവായുധമുണ്ട് എന്ന ഭീതി ശത്രുക്കൾക്ക് നൽകാനും എന്നാൽ നേരിട്ടുള്ള രാജ്യാന്തര പരിശോധനകളിൽ നിന്ന് ഒഴിവായി നിൽക്കാനും ഇസ്രായേലിന് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. വെറും 22,145 ചതുരശ്ര കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ഈ ചെറിയ രാഷ്ട്രത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായി നിലനിർത്തുന്നത് ഡിമോണയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഈ അദൃശ്യമായ ആണവ ശേഖരമാണ് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരും വിലയിരുത്തുന്നത്. പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളിൽ ഇന്നും ഡിമോണ ഒരു പ്രധാന ഘടകമായി തുടരുകയാണ്. ഇതിനിടയിലാണ് നമ്മൾ ഇറാന്റെ സംഘർഷങ്ങളെ കുറിച്ചും ആലോചിക്കേണ്ടത്. ഇറാൻ എന്തിനാണ് അമേരിക്ക പിന്തുടരുന്നത് എന്നതിന്റെ കാര്യം നമുക്ക് വ്യക്തവുമാണ്. ഇസ്രായേൽ നേരിടുന്ന അസ്തിത്വപരമായ ഭീഷണികളെ പ്രതിരോധിക്കാൻ ഒരു പരമമായ കവചം വേണമെന്ന ദീർഘവീക്ഷണത്തിൽ നിന്നാണ് ഡിമോണ ആണവ നിലയം രൂപപ്പെടുന്നത് എന്ന കാര്യം പറഞ്ഞല്ലോ. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നിരന്തരമായ സൈനിക വെല്ലുവിളികൾക്കിടയിൽ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ ഒരു ഇൻഷുറൻസ് പോളിസി അത്യാവശ്യമാണ് എന്ന് ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് ബെൻ ഗുരിയൻ വിശ്വസിച്ചിരുന്നു. ഇതിനായി ഫ്രാൻസുമായി ചേർന്ന് അതീവ രഹസ്യമായി ഒപ്പിട്ട പ്രോട്ടോകോൾ ഓഫ് സൈപ്രസ് എന്ന കരാറിലൂടെയാണ് ആണവ റിയാക്ടറും പ്ലൂട്ടോണിയം വേർതിരിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഇസ്രായേൽ സ്വന്തമാക്കിയത്. ജനവാസം കുറഞ്ഞതും ഭൂമിശാസ്ത്രപരമായി ഒളിച്ചു വെക്കാൻ എളുപ്പമുള്ളതുമായ നെഗേവ് മരുഭൂമിയിലെ ഡിമോണ എന്ന ഗ്രാമം ഇതിനായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. അന്താരാഷ്ട്ര നിരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഡിമോണ ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു ജലശുദ്ധീകരണ ശാലയോ ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വലിയൊരു ചതിയുടെ തന്ത്രമാണ് ഇസ്രായേൽ ഇവിടെ മെനഞ്ഞത്. രാത്രികാലങ്ങളിൽ അതീവ സുരക്ഷയോടെയാണ് റിയാക്ടറിന് ആവശ്യമുള്ള ഉപകരണങ്ങളും യുറേനിയം മരുഭൂമിയിലൂടെ അവർ എത്തിച്ചിരുന്നത്. അതായത് ആരുടെയും കണ്ണിൽ പെടാതെയാണ് അവർ മുന്നോട്ട് പോയിരുന്നത്. 1958നും 63നും ഇടയിൽ നടന്ന വമ്പിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ഡിമോണ പ്രവർത്തന സജ്ജമായി. പ്ലൂട്ടോണിയം വേർതിരിക്കാനുള്ള പ്ലാന്റുകൾ ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങൾ ഉപഗ്രഹങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം ഭൂമിക്കടിയിലാണ് നിർമ്മിച്ചിരുന്നത്. 1986ൽ മൊർദഗായി വനുനു എന്ന സാങ്കേതിക വിദഗ്ധൻ പുറത്തുവിട്ട വിവരങ്ങളാണ് ഇസ്രായേലിന്റെ ആണവ രഹസ്യങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിച്ച കാര്യം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇസ്രായേലിന്റെ പക്കൽ 100 മുതൽ 200 വരെ ആണവ വാർഹെഡുകൾ ഉണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്.
ഇതോടെ ലോകത്തിലെ 6ാമത്തെ വലിയ ആണവ ശക്തിയായി ഇസ്രായേൽ മാറുകയാണ്. അതായത് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും തങ്ങളുടെ പക്കൽ ആണവായുധമുണ്ട് എന്ന് സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ തയ്യാറാകാത്ത ആണവ അവ്യക്തത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയർ ഒപ്പാസിറ്റി എന്ന നയം തന്നെയാണ് ഇസ്രായേൽ ഇന്നും പിന്തുടരുന്നത്. ഇത് ഒരു വശത്ത് തന്ത്രപരമായ മുൻതൂക്കം നൽകുമ്പോൾ മറുവശത്ത് അന്താരാഷ്ട്ര പരിശോധനകളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഡിമോണയുടെ സുരക്ഷയ്ക്കായി ലോകത്തിലെ തന്നെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും യൂണിറ്റ് 80 പോലുള്ള സൈബർ വിഭാഗങ്ങളും സജ്ജമാണ്. ഇറാനിൽ നിന്നും ഹിസ്ബുള്ളയിൽ നിന്നുമുള്ള മിസൈൽ സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഈ സംവിധാനങ്ങൾ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ 1963 മുതൽ പ്രവർത്തിക്കുന്ന ഈ റിയാക്ടറിന് 60 വർഷത്തിലേറെ പഴക്കമുണ്ട് എന്നത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. സാധാരണയായി 40 വർഷമാണ് ഒരു റിയാക്ടറിന്റെ കാലാവധിയായിട്ട് കണക്കാക്കുന്നത്. ഇതിന്റെ പഴക്കം മൂലം ഉണ്ടാകുന്ന റേഡിയേഷൻ ചോർച്ച വലിയ ദുരന്തങ്ങൾക്ക് കാരണമായേക്കുമെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോഴും ഇത് എന്താണ് എന്ന കാര്യം വെളിപ്പെടുത്താൻ ഇസ്രായേൽ തയ്യാറായിട്ടുമില്ല. എങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഡിമോണ വെറും ഒരു ആണവ നിലയമൊന്നുമല്ല അവർക്ക്, മറിച്ച് ഇനി ഒരിക്കലും എന്ന അവരുടെ അതിജീവന പ്രതിജ്ഞയുടെ പ്രതീകം തന്നെയാണ്. മറ്റു രാഷ്ട്രങ്ങളെ അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണത്. ഇനി ഞാൻ യുദ്ധത്തിലേക്ക് വരാം. ഇറാന്റെ ആണവ പദ്ധതികളെ അമേരിക്ക ശക്തമായി എതിർക്കുമ്പോൾ ഇസ്രായേലിന്റെ കാര്യത്തിൽ പുലർത്തുന്ന ഈ വ്യത്യസ്തമായ നിലപാടിന് പിന്നിൽ ചരിത്രപരവും രാഷ്ട്രീയപരവുമായ നിരവധി കാരണങ്ങളാണുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ ഇതൊരു ഇരട്ടത്താപ്പായിട്ട് പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട്. അവർ ചെയ്യുന്നത് മുഴുവൻ ഇരട്ടത്താപ്പാണെന്ന് നമുക്ക് പകൽ പോലെ അറിയാം. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒന്ന്, അന്താരാഷ്ട്ര ആണവ നിർവ്യാപന കരാറാണ്. അതായത് NPT ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ വശം. ഇറാൻ ഈ കരാറിൽ ഒപ്പിട്ടുള്ള ഒരു രാജ്യമാണ്. അതിനാൽ തന്നെ ആണവ സാങ്കേതിക വിദ്യ സമാധാനപരമായ ആവശ്യങ്ങൾക്കല്ല ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ ഇറാൻ ബാധ്യസ്ഥനുമാണ്. എന്നാൽ ഇസ്രായേൽ ഈ കരാറിൽ ഇന്ന് വരെ ഒപ്പിട്ടിട്ടില്ല എന്നതാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ന്യായങ്ങളിലൊന്ന്. കരാറിൽ ഭാഗമല്ലാത്തതിനാൽ തന്നെ അന്താരാഷ്ട്ര നിയമപ്രകാരം ഇസ്രായേൽ ഇതിനെ നടപടിയെടുക്കാൻ പരിമിതികളുമുണ്ട്. ഇന്ത്യയെയും പാകിസ്ഥാനെയും പോലെ കരാറിൽ ഒപ്പിടാത്ത രാജ്യങ്ങളുടെ ഗണത്തിലാണ് ഇസ്രായേലും വരുന്നത്. രണ്ടാമതായി, ഇസ്രായേൽ പിന്തുടരുന്ന തന്ത്രപരമായ അവ്യക്തത, അതായത് സ്ട്രാറ്റജിക്കൽ ആംബിഗ്യൂറ്റി എന്ന നയത്തെ അമേരിക്ക അംഗീകരിക്കുന്നു എന്ന സത്യമാണ്. അതായത് തങ്ങളുടെ പക്കൽ ആണവായുധമുണ്ട് എന്ന് ഇസ്രായേൽ ഒരിക്കലും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. 1969 അന്നത്തെ US പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണും ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡെ മേയറും തമ്മിൽ ഉണ്ടാക്കിയ ഒരു രഹസ്യ ധാരണ പ്രകാരം ഇസ്രായേൽ തങ്ങളുടെ ആണവ പദ്ധതി പരസ്യമാക്കാതിരിക്കുകയും പരീക്ഷണങ്ങൾ നടത്താതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അമേരിക്ക അതിനെതിരെ നടപടി എടുക്കില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമതായി, അമേരിക്കയുടെ തന്ത്രപ്രധാനമായ സഖ്യകക്ഷി എന്ന നിലയിൽ ഇസ്രായേലിന്റെ സുരക്ഷ അമേരിക്കയുടെ ഉത്തരവാദിത്തമായിട്ട് അവർ കാണുകയും ചെയ്യുന്നു. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രധാന ശക്തിയാണല്ലോ ഇസ്രായേൽ. അതേസമയം 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ അമേരിക്കയുടെ കടുത്ത ശത്രുവുമാണ്. ഇറാന്റെ കയ്യിൽ ആണവായുധം എത്തുന്നത് മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങൾക്കും സഖ്യകക്ഷികൾക്കും വലിയ ഭീഷണിയാകുമെന്ന് അമേരിക്ക ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ, നിയമപരമായ സാങ്കേതികതയും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ താല്പര്യങ്ങളും സഖ്യകക്ഷികളോടുള്ള പക്ഷാപാതവുമാണ് അമേരിക്കയെ ഈ വിഷയത്തിൽ രണ്ട് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം തടയാൻ ഉപരോധങ്ങളും സൈനിക നടപടികളും സ്വീകരിക്കാൻ മടിയില്ലാത്ത അമേരിക്ക ഇസ്രായേലിന്റെ ആണവ പദ്ധതിയോട് മൗനം പാലിക്കുന്നത് ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം അമേരിക്കയ്ക്ക് വലിയ തലവേദന തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെ പോലെ മറ്റൊരു ശക്തി വളർന്നു വരുന്നത് അമേരിക്കയ്ക്ക് ഉറക്കം കെടുന്ന കാര്യവുമാണ്. കാരണം പശ്ചിമേഷ്യ തങ്ങളുടെ കയ്യിൽ നിലനിർത്തണമെങ്കിൽ, അവിടെ അമേരിക്കയുടെ അധികാരം കെട്ടിപ്പൊക്കണമെങ്കിൽ പശ്ചിമേഷ്യയിൽ എന്തായാലും ഇസ്രായേൽ എന്ന സഖ്യകക്ഷി വേണം. ഇസ്രായേലിന് എതിരായി വരുന്ന എല്ലാ കാര്യങ്ങളെയും എതിർക്കേണ്ടത് അമേരിക്കയുടെ കൂടെ ആവശ്യമാണ്. ഇപ്പോൾ ലോകത്തുണ്ടായ ഈ യുദ്ധം, അതായത് ഇറാൻ അമേരിക്ക സംഘർഷം പോലും ഉണ്ടാക്കിയത് അമേരിക്കയുടെ സ്വാർത്ഥ മോഹങ്ങൾ കൊണ്ടാണ്. ആ സ്വാർത്ഥത ലോകത്തെ മുഴുവൻ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ വീട്ടിൽ വരെ അതിന്റെ പ്രശ്നങ്ങൾ വന്നു, നമ്മുടെ അടുക്കളയിൽ വരെ അതിന്റെ ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പോഴും അമേരിക്കയുടെ അഹങ്കാരവും ഗർവവും അവസാനിക്കുന്നില്ല. നിലവിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുണ്ടെങ്കിലും അത് ഉടനൊന്നും അവസാനിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ഇറാൻ തയ്യാറാകാത്തിടത്തോളം കാലം ഇറാനെ അനുനയിപ്പിക്കുക അത്ര എളുപ്പവുമല്ല. അല്ലെങ്കിൽ അമേരിക്ക ഇറാൻ പറയുന്ന കാര്യങ്ങൾക്ക് ശരിവെക്കണം, ഇറാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഹോർമുസ് കടലിടുക്ക് വരെ സ്വന്തം കാൽ കീഴിലാക്കണമെന്ന ആഗ്രഹത്തോടെ അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് നോക്കുമ്പോൾ അത്ര എളുപ്പമല്ല അവിടെ കാര്യങ്ങൾ എന്ന കാര്യം മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇസ്രായേലിന്റെ ആണവ പദ്ധതിയെ സംരക്ഷിച്ചു നിർത്തി ഇറാന്റെ ആണവ പദ്ധതിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പ് ലോകമെന്നോ മനസ്സിലാക്കി എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം.
എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ.